അൻസാറെ നീ വൈകുന്നേരം പിരിവിന് വരണം. നീ ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ ഊർജ്ജസ്വലമാവുള്ളൂ പിരിവ്. ഞങ്ങൾ ഉണ്ണാനായിട്ട് വീട്ടിലേക്ക് വന്നു. നടരാജിന് ബക്കറ്റ് കയ്യിലെടുത്തപ്പോഴേ വിശപ്പ് ഊട് കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഉണ്ണാനായിട്ട് കയറി. ഞാൻ ഉണ്ടിട്ടിറങ്ങാം, നീ വൈകിട്ട് ഇറങ്ങാം കേട്ടാ. ഓക്കെ. കുറച്ച് ദിവസം ആയാലേ തെണ്ടി തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ലേ? തികഞ്ഞില്ലേ എനക്ക്? നിന്റെ 16 അടിയന്തരത്തിനുള്ളതും കൂടെ പിരിച്ചിട്ടേ ഞങ്ങളിത് മതിയാക്കണുള്ളൂ. എന്ത് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? നിനക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് നടക്കൂലല്ലോ. അത് ആഗ്രഹമില്ല, അത് ഞാൻ സാധിക്കും. മിക്കവാറും ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വരും കേട്ടാ. അവനങ്ങ് സഹിക്കുന്നില്ല. അല്ല, പിരിക്കാൻ നേരത്തെ 3-4 പേരുണ്ടല്ലോ, പൈസ കൊണ്ടുവരുമ്പോൾ നീ മാത്രമല്ലോ ഉള്ളൂ. എവിടെ ഓടിച്ചു വിട്ടാവുമാരൊക്കെ? ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ പിരിവ്. ഞങ്ങളിത് സൗകര്യമുള്ള പോലെ ചെയ്യും കേട്ടാ. ഇതിന് തീരുമാനം എടുക്കുന്ന ആളും ഞാനാണ്. എനിക്കിത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എടാ, അതിൽ തന്നെ ഒരു കള്ളത്തനുണ്ട്. എന്തെന്ന് അത് മനസ്സിലായിക്കോ? എന്ത് കേട്ടാ? അവന്മാരെ പിരിക്കുക, അവിടോട്ട് പിരിച്ചിട്ട് പൈസ കൊണ്ടുവരുമ്പോൾ നീ മാത്രമല്ലേ വന്നത്. അതുകൊണ്ട് ഇത് മുക്കാല്ലേ? എടാ, അത് ചിലപ്പോൾ ഞാൻ മുക്കും, ചിലപ്പോൾ വിഴുങ്ങും, ചിലപ്പോൾ പുഴുങ്ങി തിന്നും. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ആരെയെങ്കിലും പിരിച്ചാളോ ഇതിൽ? ആരെയൊന്നും പൈസ വാങ്ങിച്ചില്ലല്ലോ. എന്റെ കുടുംബക്കാരെന്ന് വാങ്ങിച്ചാൽ നിനക്ക് അങ്ങനെ അറിയടാ? എന്താ അല്ലെ, കുടുംബക്കാരെന്ന് വാങ്ങിച്ചാൽ എനിക്ക് എല്ലാവനെ അറിയാം. ഒരുത്തന്നെ ന്യായ പൈസ വാങ്ങിച്ചിട്ടുമില്ല. ആദ്യം വാങ്ങണ്ട, പഞ്ചായത്ത് നമ്മൾ പിരിച്ചു കൊടുക്കണോ അവന്? അയ്യോ, നിങ്ങൾ പിടിച്ചു കൊടുക്കും. നക്കാ പിച്ച പിരിച്ചു കൊടുക്കണം. അതിനെ കുറിച്ച് പറയണ്ട. അതിന്റെ പേരിൽ നീയൊക്കെ കുറെ വെട്ടണുണ്ടെന്ന് നമുക്കറിയാം. ഞങ്ങൾ നക്കാപ്പിച്ചാലും കൊടുക്കില്ല, മൊത്തം നിനക്ക് വിഴുങ്ങാലേടാ. ഞങ്ങൾ കൊടുക്കണ സമയം നീ നോക്കിയാ 10 ആളെ അറിഞ്ഞ ചുമ്മാ ഇരടി. നിനക്ക് വേറെ പണിയൊന്നുമില്ല. അതെ, ഇങ്ങോട്ട് നോക്ക്. പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് ഈ പൈസ കൈമാറുമ്പോ നീ നോക്കിക്കൊള്ളണം. ഞെട്ടരുത് കേട്ടോ. കൊടുത്താൽ മതി. എന്തെങ്കിലും നീ കൊടുക്കില്ല എന്നുള്ളത് അറിയാം. എന്തെങ്കിലും കൊടുക്കുവോ? അത് മതിയോ? ഞങ്ങൾ ചിലപ്പോ കൊടുത്തില്ല എന്ന് വരും. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട്? അറിയാല്ല, നിനക്ക് ഇതാണ് ജോലി എന്ന് അറിയാം. എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ബക്കറ്റ് എടുത്ത് ഇറങ്ങും. ബാക്കിയുള്ള പൈസകളൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് അത് അങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ട് നാട്ടുകാർ തരും. ഞങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ നാട്ടുകാർ തരും. അവസാനം തരും കയ്യിൽ എല്ലാം കൂടി. കാണാൻ നോക്ക്. ഞാൻ ഒരു കാര്യം പറയാം, പിരിക്കുന്നതിന് കുറച്ചെങ്കിലും കൊടു. ഇല്ലാന്നുണ്ടെങ്കിലേ പാവം കിട്ടും. അവനങ്ങ് സഹിക്കുന്നില്ലെന്ന്. നേരം വെളുത്ത ഞാൻ എന്തെങ്കിലും നോക്കി നടക്കണവൻ. നീ നല്ലതൊന്നും ചെയ്യണല്ലോ. നീ പോയി നിനക്ക് വേറെ വല്ല ചേടാ. എടാ നിനക്കല്ലടാ കൊച്ചിനെ തള്ളയ്ക്ക് വേണ്ട. അയ്യോ എന്റെ പൊന്നു മോനെ, നീ ഈ തള്ളേരി ആ കൊച്ചിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ. നിനക്ക് വിഷമിക്കാനുള്ള മുതൽ അവിടെ ഉണ്ടല്ലോ, അതിനെ ഓർത്തങ്ങോട്ട് വിഷമിക്കാം. നീ വെറുതെ അങ്ങോട്ട് കൊച്ചിനെ ഓർത്തെങ്കിലും നീ ഞങ്ങളെ ഓർമ്മിച്ചോളാം. എന്തിനാ വിളിച്ചേട്ടാ അയാൾ ഇങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കണേ? അയാൾ പിരിക്കാതിരിക്കുക, എന്ത് വേണേലും ചെയ്യട്ടെ. ചുമ്മാടി, അവനെങ്ങനെ മൂപ്പിച്ചാലോ വല്ലതും നല്ല കാര്യങ്ങൾ ചെയ്യുള്ളൂ. വാ, എന്തൊരു കഷ്ടമാണ് ഇവനെ കൊണ്ട്. ഈ സാധനം നിങ്ങൾ കൊണ്ടുപോകണ്ട. കളിക്കല്ലേ തങ്കം, അങ്ങോട്ടെ. ഇതിൽ കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ഈ തമാശ കളിക്കും പോലെ അല്ലേ, വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. ക്ലീറ്റോ, നിങ്ങൾ എന്തെല്ലാം കൊള്ളരുതായ്മകൾ കാണിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയണില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നാവില്ല. ഇത് ചെയ്യരുത് ക്ലീറ്റോ. ഇത് കൊള്ളരുതായിക അല്ലല്ലോ. ഇത് കൊള്ളരുതായികല്ല, പക്ഷെ ക്ലീറ്റോ ഇത് ചെയ്യണ്ട. നിവൃത്തിയില്ലാത്ത ഒരുത്തനെ ഇച്ചിരി കാശ് നിങ്ങൾ പിരിച്ചു കൊടുത്ത് സഹായിക്കണത് അത് കൊള്ളരുതായികാണോ? അത് തെറ്റല്ല, പക്ഷെ ക്ലീറ്റോ ചെയ്യണ്ടാന്ന്. ക്ലീറ്റോ ഇത് പിരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പുട്ടടിക്കാനല്ലേ ക്ലീറ്റോ എന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരടി പറഞ്ഞത്? അമ്പളിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞതോ? കമ്പളിക്കുട്ടനല്ലേ നിനക്ക് ചെലവിന് വരുന്നേ. എന്നാ നിനക്ക് വിശ്വസിക്കാൻ വയ്യാത്ത? എങ്ങനെ വിശ്വസിക്കും ക്ലീറ്റോ? ഇതിനു മുമ്പ് ഇതേപോലെ പിരിച്ചതല്ലേ നിങ്ങള്? എന്നിട്ട് എന്താ സംഭവിച്ച? പൈസ എവിടെ പോയി? അങ്ങോട്ടാ പൈസ എവിടെ പോയി? പോക്കറ്റിലോട്ട് പോയി. അറിവില്ലാത്ത പ്രായത്തിൽ ഓരോ തെറ്റുകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും. ഇത് പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ടും പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൈ കൊണ്ടാണ് ഇത് കൈമാറുന്നത്. ക്ലീറ്റോ വേണ്ട ക്ലീറ്റോ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ. ക്ലീറ്റോ ചെയ്യില്ല, ക്ലീറ്റോ കൊടുക്കൂല. അയാളൊരു നിവർത്തിയില്ലാത്ത മനുഷ്യൻ. 3 പെൺകുട്ടികൾ മാത്രമല്ല, അയാളുടെ ഭാര്യയുടെ കയ്യിലാണ് ഞങ്ങൾ ഈ കാശ് ഏൽപ്പിക്കണേ. അത് തന്നെയാണ് പറഞ്ഞത് ക്ലീറ്റോ. സാധുക്കളുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ കള്ളത്തരം കാണിക്കും. ഇത് കള്ളത്തരം അല്ലടി, ഇത് കൊടുക്കും. എന്റെ തലത്തോട് സത്യം ചെയ്യും. അതൊന്നും വേണ്ട. കണ്ടോ, അപ്പൊ നിങ്ങൾ കൊടുക്കൂല. ഒരു കാര്യം ഇല്ല, സത്യം ചെയ്യാം. കർത്താവിനാണ് ഈ പൈസ മറ്റന്നാ കൃത്യമായിട്ടും ചന്ദ്രന്റെ ഭാര്യയുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കും. ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ തല എടുത്തി വിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ? നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചിട്ടേക്കണം. എന്റെ തലത്തോട് സത്യം ചെയ്യും. അത് വേണ്ട, അത് വേണ്ട. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഒന്നുമില്ല, ഞാൻ നിന്റെ ഭർത്താവില്ലേടി. ഇത് കൊടുത്തില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പൊ പറയാം. ഇത് കൊടുത്തില്ലെങ്കിൽ ഇനി ഞങ്ങൾ പിരിവേ ഇല്ല. എന്താ? അല്ല, പിരിവെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുമല്ലോ. നീ ഗ്ലാസ് വെള്ളം എടുത്തേ, നല്ല ദാഹമുണ്ട്. ഇതിൽ വെള്ളമുണ്ട്. അല്ല, ഇച്ചിരി ചൂടാക്കി എടുത്തോ. ഓരോ പണികൾ ചെയ്ത് വെക്കണതാ. ചായ വേണോ? ചായ ഇപ്പൊ വേണ്ട, ഇച്ചിരി കഴിഞ്ഞിട്ട് മതി. ചൂടുവെള്ള? ചൂടുവെള്ള ചൂടാക്കട്ടെ. Versus Alien.